പെണ്ണേ നീ പാട്ട് പാടാൻ പോയില്ല പെണ്ണ്. പാട്ട് പാടുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്. ഒരു പെണ്ണര പാവാട കൊടുത്തുകൊണ്ട് പൊതുവേദിയിൽ പൊതു പ്ലാറ്റ്ഫോമില് സർവാണങ്ങളുടെ മുമ്പിൽ അഴിഞ്ഞാടുമ്പോ ചോദിക്കുന്നവൻ ഏതെങ്കിലും കാലത്ത് പ്രാകൃത ലോകത്ത് ജീവിക്കേണ്ടവനാണെന്ന് പറഞ്ഞിട്ട് പരിഷ്കൃത സമൂഹത്തിൽ ഇതൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചിട്ട് സോഷ്യൽ മീഡിയയിലെ കമന്റ് രാജാക്കന്മാർ ഇടപെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളോട് പറയേണ്ടത് നാളെ ഒരു സമയമുണ്ട്. ഇവന്മാരൊന്നും നാളെ വരൂല. നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരുത്തരും നാളെ ഇവിടെ കാണൂല. ആ സമയത്ത് നിങ്ങളോട് അല്ലാഹു പറയുന്നത് എന്നെ കാണണമെന്നുള്ള കാര്യം നിങ്ങൾ മറന്നവരല്ലേ? അതുകൊണ്ട് ഞാനും നിങ്ങളെ മറന്നിരിക്കുകയാണ്. നിങ്ങൾ ചെയ്തതിനല്ല, നിങ്ങൾ ശാശ്വതമായി അനുഭവിച്ചോടാ. അള്ളാഹുവിന്റെ മറുപടി, നിങ്ങൾ എന്നെ മറന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്തത്? എന്നെ മറന്നിട്ടല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്തത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലും തെറ്റ് കാണുമ്പോ, ഏതെങ്കിലും ഉസ്താദുമാര് എതിർക്കുമ്പോ, പ്രഭാഷണം പറയുമ്പോ അവർക്കെതിരെ കുതിര കയറാൻ വരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഒറ്റ കാര്യമാണ്. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിന്നൊരു മറുപടിയുണ്ട്. എന്താണെന്നറിയോ? എടാ, നീ എന്നെ മറന്നിട്ടല്ലേ അതൊക്കെ ചെയ്തത്? ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ, നിങ്ങൾ ഇഷ്ടപ്പെടണം എന്നാണ് എന്റെ ആഗ്രഹം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്കത് പ്രശ്നമല്ല. ഒരുപാട് മാറി നമ്മുടെ മുസ്ലിം സഹോദരിമാർ. +1 +2 പഠിക്കുന്ന പെൺകുട്ടികൾ, 11നും 12നും പഠിക്കുന്ന പെൺകുട്ടികൾ, 80% പെൺകുട്ടികളിലും ഇന്ന് ലഹരി ഉപയോഗവും കച്ചവടവും നടക്കുകയാണ്. ലഹരി ഉപയോഗവും കച്ചവടവും നടക്കുകയാണ്. കോഴിക്കോട് 2 ദിവസത്തെ പരിപാടിക്ക് പോയപ്പോ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസത്തില് വെറുതെ ഇരുന്ന് മൂഡ് ഔട്ട് ആവണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സംഘാടകൻ എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ എന്ന് ചോദിച്ചു. നട്ടുച്ച നേരമാണ്, 11:30 മണിയായെന്ന് തോന്നുന്നു. കോഴിക്കോട് ബീച്ചിലേക്ക് പോകുമ്പോ ദൂരെ നിന്ന് നോക്കുമ്പോ തന്നെ ഈ മിനയിലെ ടെന്റ് കണക്കാണ്. ലോകത്തെ ഏറ്റവും വലിയ ടെന്റുകൾ ഉള്ളത് മിനായിലാണ്. അത് ഈ അറഫയിലേക്ക് പോകുമ്പോ ഇങ്ങനെ പാലം കയറുമ്പോ താഴേക്ക് ഇങ്ങനെ 2 സൈഡിലേക്ക് നോക്കുമ്പോ കാണാം എത്ര മനോഹരമാണ് ഹജ്ജിന്റെ വേളയിൽ താമസിക്കുന്ന ടെന്റുകൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ ടെന്റുകളുള്ള, ഹൈമകളുള്ള, തമ്പുകളുള്ളത് സൗദി അറേബ്യയിലാണ്, മിനയിലാണ്. അതിങ്ങനെ നല്ല രസമാണ് കാണാൻ. അതുപോലെ നമ്മൾ ഇങ്ങനെ ഈ ബീച്ചിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു സൈഡ് മുതൽ അങ്ങേ അറ്റം വരെ കുടകൾ കമിഴ്ത്തി വെച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഇതിന്റെ പിന്നിൽ? അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദ് നമുക്ക് ഈ തൽക്കാലം അങ്ങോട്ട് പോണ്ട, ആ കൊടയുടെ അടിയിൽ ഓരോരുത്തരുണ്ട്. കൊടയുടെ അടിയിൽ ഓരോ, ഈ ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്ത ഉപ്പാപ്പമാരെ ഇതെല്ലാം അറിയുന്നുണ്ടോ നിങ്ങള്? ഈ ലോകത്ത് നടക്കണ വല്ലതും അറിയുന്നോ? കൊടയുടെ അടിയിൽ ഒരാണും ഒരു പെണ്ണുമുണ്ട്. ഇടക്കിടക്ക് ഇങ്ങനെ കൂടെ പൊന്തിക്കുന്ന കാണാം. ആരെങ്കിലും വരുന്നോ? അങ്ങനെ നോട്ടൊന്നും ഇല്ല. ഇനി അഥവാ പൊന്തിച്ചാ കാണാം ഏതോ സ്കൂളിലെ യൂണിഫോം. വാപ്പ അറിയുന്നുണ്ടോ? വാപ്പാട്ട ഏതെങ്കിലും ആളുകൾ ചെന്ന് പറഞ്ഞാലോ, നിങ്ങളുടെ മോള്, എന്റെ മോൾ അങ്ങനെ ചെയ്യൂല, അത് നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. എന്നാലും ഒരു ആത്മവിശ്വാസത്തിന് മകള് വരുമ്പോ ചോദിക്കടി, നീ ഇന്ന് ബീച്ചിലെങ്ങാനും പോയാ? അപ്പൊ പെൺകുട്ടികൾ പറയുന്നത് എന്തായിരിക്കും? എന്നെ സൂക്ഷിക്കാൻ എനിക്കറിഞ്ഞൂടെ വാപ്പ, ഞാൻ അങ്ങനെ ചെയ്യോ എന്ന് ചോദിച്ചിട്ട് വാപ്പാരുടെ അടുത്ത് പറയുമ്പോ വാപ്പാക്ക് കൂടുതൽ വിശ്വാസമായി. അവസാനം ഏവന്റെയെങ്കിലും കൂടെ ഇറങ്ങി പോകുമ്പോ മനോഹരമായി കല്യാണം കഴിപ്പിച്ചേച്ച് 10,000 ആളുകളെ വിളിച്ചുകൂട്ടി മനോഹരമായ നല്ല ബിരിയാണി കൊടുത്ത്, തലശ്ശേരി ബിരിയാണി കൊടുത്ത്, നല്ല ഒരു അറയൊക്കെ ഉണ്ടാക്കി. ഇവിടെ അറ സംസ്കാരമാണല്ലോ. അറയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല നിലയിൽ 10 പേര് അറിയത്തക്ക നിലയിൽ കല്യാണം കഴിപ്പിച്ചയക്കാനിരിക്കുന്ന പെൺകുട്ടി 2 ദിവസം മുമ്പ് വലിയ എടാ എന്ന കാണാൻ കൊള്ളാവുന്ന ഒരുത്തനോടൊപ്പം പോ. ഈ അമാവാസി ഇരുട്ടും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വല്ലാത്തൊരു കോലത്തിനോടൊപ്പമാണ് പോകുന്നത്. അതും നല്ല സുന്ദരിമാരായ പെൺകുട്ടികൾ. ഇവർക്ക് കണ്ണില്ലെന്നാണ് ചിന്തിച്ചു പോകുന്നത് പലപ്പോഴും. സ്നേഹത്തിന് അല്ല, പ്രേമത്തിന് കണ്ണില്ല കാതില്ല, കൈയില്ല കല്ല എന്ന് കൊണ്ട് കേട്ടിട്ടുണ്ട്. കണ്ണുമില്ല കാതുമില്ല. ഈ പോകുന്നവരെയൊക്കെ ഒന്ന് കണ്ടു നോക്കണം. വാപ്പ ഇവിടെ നല്ലൊരു ചെക്കനെ പിടിച്ചു വെച്ചിട്ടുണ്ട്, കണ്ടുവച്ചിട്ടുണ്ട്.
ദീനീ ബോധമുള്ള മതബോധമുള്ള വേണ്ട, എനിക്ക് നോക്കാൻ എനിക്കറിയാം. അവസാനം പെണ്ണ് വാപ്പ പറയും പടച്ചോനാണ്, ഞാൻ സഹകരിക്കൂല നിന്റെ കല്യാണത്തിന്. അപ്പൊ മോള് പറയുന്നത് എന്താ? മൊയ്യദ്ദീൻ ചെയ്യാനാണ് വേണ്ട, നിങ്ങളുടെ കല്യാണത്തിന് ഞാനും വന്നില്ലല്ലോ, വാപ്പാടെ കല്യാണത്തിന് ഞാനും ഇല്ലായിരുന്നല്ലോ, എന്റെ കല്യാണത്തിന് നിങ്ങളും വേണ്ട. ഇന്നത്തെ തലമുറ വല്ലാതെ ഒരു പിന്നെ ചില സ്ഥലത്ത് ആത്മീയത അങ്ങോട്ട് മുറ്റിപ്പോയി. അതും കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആത്മീയത അങ്ങോട്ട് മുറ്റിപ്പോയി. പെണ്ണുങ്ങളെ കയ്യിരിക്കുന്ന ഗ്ലാസ് കൊണ്ട് എറിയോന്നുള്ള കാര്യം സംശയമുണ്ട്. ഇനി പറയുന്ന കാര്യം ഇതുവരെ ഉള്ളതൊക്കെ ക്ഷമിക്കൂ അവർ. ആത്മീയത മുറ്റിയിട്ട് ഇപ്പൊ എന്താണെന്നറിയോ? കോയമ്പത്തൂരിൽ നിന്ന് ഉസ്താദ് ഫോണിലൂടെ പറയും രാവിലെ 6 മണിക്ക് കോഴിക്കോട്ടിരിക്കുന്ന താത്ത ചരുവത്തിൽ ഊതക്കം. ഇവിടെ ഉസ്താദ് അങ്ങ് കോയമ്പത്തൂരാ. കോഴിക്കോട്ടിരിക്കുന്ന താത്താട്ട പറയും 33 ചെല്ലിക്കോ, കൂടെ ചെല്ലിക്കോ, രാവിലെ തുറന്നു വെച്ചിട്ട് രാവിലെ ഖുർആൻ ഓതാനുള്ള സമയം. അപ്പൊ ചില പെണ്ണുങ്ങൾ പറയും ഇത് മൊയ്ലിയാരുടെ അസൂയയാണ്. അങ്ങനെ പറഞ്ഞാലും ഇച്ചിരി ബുദ്ധിമുട്ടൊന്നുമില്ല, പറഞ്ഞോളി. ഇല്ലേ? ഭർത്താവ് ചായ ചോദിച്ചാൽ കേൾക്കുന്നില്ല. ഭർത്താവിന് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാനില്ല. കാരണം സായാഹ്ന പ്രാർത്ഥനയുണ്ട്, മധ്യാഹ്ന പ്രാർത്ഥനയുണ്ട്, പ്രഭാത പ്രാർത്ഥനയുണ്ട്, ഇതെല്ലാം ഉണ്ട്. എല്ലാം യൂട്യൂബിലേക്ക് മാറി. ഇതെല്ലാം ഓൺലൈൻ ഇബാദത്തായി. ഞാൻ ശക്തമായ രീതിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, കേൾക്കുന്നവർ കേൾക്കട്ടെ, എതിർക്കുന്നവർ എതിർത്തോട്ടെ. ഞാൻ പോയതിനു ശേഷം എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, എന്ത് വേണോ പറയാം. എല്ലാം ഞാൻ അനുവാദം തന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് പൊരുത്തപ്പെട്ട് തന്നിരിക്കുകയാണ്. എന്ത് വേണോ പറഞ്ഞോ, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പൊരുത്തപ്പെട്ട് നിങ്ങളോട് പറയാണ്, എന്നെ പറ്റി എന്ത് വേണോ പറഞ്ഞോളി, സാരമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഓൺലൈൻ ഇബാദത്തുകളിലേക്ക് കയറിയിട്ട് സീരിയലൊക്കെ കാഴ്ചയൊക്കെ നിർത്തി. സീരിയലൊക്കെ ഇപ്പൊ ഇല്ല, കാരണം എല്ലാവരും ഓൺലൈൻ ഇബാദത്തായി. പക്ഷേ എല്ലാരും കരുതിയിരിക്കുന്ന എന്താണ്? ഭർത്താവ് വിചാരിക്കുന്ന എന്തായിരുന്നാലും അൽഹംദുലില്ലാ സീരിയൽ കാഴ്ചയൊക്കെ നിർത്തിയല്ലോ, ഇപ്പൊ ഈ തസ്ബീഹ് കൊണ്ടിരിക്കുന്നൊരു കുഴപ്പം മാത്രമല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നു. അല്ല, സീരിയൽ നിർത്തിയത് ഈ തസ്ബീഹ് കൊണ്ടിരിക്കുന്നത് കൊണ്ടല്ല. സീരിയൽ നിർത്തിയത് ഇപ്പൊ എവർക്ക് സ്വന്തമായി ചാനലുണ്ട്. ഞാൻ എങ്ങനെയാണ് ഈ പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഞാൻ എങ്ങനെയാണ് കണ്ണൂർ പത്തിരി, എന്താണ് കുഞ്ഞിപ്പത്തിരി, ടയർ പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും സ്വന്തമായി യൂട്യൂബ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവർക്ക് സീരിയൽ കാണാൻ സമയമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലം ഇങ്ങനെ ആത്മീയതയിൽ ലയിച്ചു പോയിട്ട് പരിസരബോധം പോലും മറന്നു പോകുന്ന ഒരു ഭാഗം, ആത്മീയമായിട്ട് യാതൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ കൂപ്പുകുത്തി പോകുന്ന മറ്റൊരു ലോകം. ഇതിനിടയിലാണ് ഒരു പെണ്ണ്, മുസ്ലിം പെണ്ണിനോട് എനിക്ക് പറയാനുള്ളത്, നീ ചെയ്യുന്നതെല്ലാം നിന്റെ പടച്ചവനെ മറന്നുകൊണ്ടാകരുത്. ആയാൽ നാളെ റബ്ബിന്റെ മുമ്പിലെത്തിയിട്ട് നീ പറയും, അല്ലാഹുവേ എല്ലാം കണ്ടു തമ്പുരാനെ, എല്ലാം കേട്ടു അല്ലാ, അബ്സർനാ വസമിഅനാ, ഇന്ന മൂക്കിനു ഞങ്ങൾക്ക് ബോധ്യമായി, അതുകൊണ്ട് ഫർജിഅനാ നഅമൽ സാലിഹാ, ഒന്ന് വെറുതെ വിടുവോ, ഞങ്ങൾ അമൽ ചെയ്തിട്ട് വന്നോളാം. ആ സമയത്ത് അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി, ഫദൂഖു ബിമാ നസീതും ലിഖാ യൗമികും ഹാദാ ഇന്നാ നസീനാകും വദൂഖു അദാബൽ ഖുൽദി ബിമാ കുന്തും തഅമലൂൻ. അനുഭവിച്ചോടാ, നീ ചെയ്യുന്ന ഓരോ തെറ്റുകളും എന്നെ മറന്നുകൊണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് എന്നെ മറന്നുകൊണ്ട് നീ ചെയ്ത ഓരോ തെറ്റുകൾക്കും പകരമായി ഞാനിതാ നിന്നെ മറന്നിരിക്കുന്നു, കാലാകാലം നീ അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് പടച്ചതമ്പുരാ അവിടെ കൈയൊടിയുകയാണ് പെങ്ങളെ. അത് കഴിഞ്ഞിട്ട് നേരെ 4ാമത്തെ സ്ഥലത്തേക്ക് പോവുകയാ. എവിടെയാണ് 4ാമത്തെ സ്ഥലം എന്നറിയോ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സൂറത്തുൽ അൻആം എടുത്തു നോക്കണേ. അള്ളാഹ് പറയുകയാണ്, നരകത്തിന്റെ മുന്നിൽ നിന്നെ കൊണ്ടു നിർത്തി, അള്ളാന്റെ ഭീകരമായ നരകത്തിന്റെ മുന്നിലേക്ക് നിന്നെ കൊണ്ടു നിർത്തുകയാണ്. ആ സമയത്താണ് സമയത്തിന്റെ മൂല്യം തിരിച്ചറിയുന്നത്. ആ സമയത്താണ് ദുനിയാവിൽ നീ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നത്. വലൗ തറാ إذ وقفوا على النار فقالوا يا ليتنا نرد ولا نكذب بآيات ربنا ونكون من المؤمنين. അല്ലാഹ് പറയുകയാണ്, നരകത്തിന്റെ മുന്നിൽ നിന്നെ കൊണ്ടു നിർത്തുകയാ. ഏത് നരകമാണ് പെങ്ങളെ? ഏത് നരകമാണ്? നിങ്ങൾക്കറിയുമോ നരകത്തിന്റെ വ്യാപ്തി എന്താണെന്ന്? നരകത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞു തരാം. ഒരു മനുഷ്യന്റെ കഥ, പായസത്തിൽ വീണു പോകരുത്, ഇങ്ങോട്ട് കേട്ടോ. ഒരു മനുഷ്യന്റെ അവസ്ഥ നോക്ക്. നരകാവകാശിയായ ഒരാളുടെ കഥ എടുക്ക്. അയാളുടെ ഒരു പല്ലിന്റെ വലിപ്പം എത്രയെന്നറിയോ? എത്രയാണ് ഒരു പല്ലിന്റെ വലിപ്പം? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
ഉഹുദ് മലയുടെ വലിപ്പമാണ് ഒരു പല്ലിന്. ഉഹുദ് മലയുടെ വലിപ്പമാണ് ഒരു പല്ലിന്. അപ്പൊ എത്ര പല്ലുണ്ട് മനുഷ്യന്? 42 32 പല്ല്. കടയിൽ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ രണ്ടുപേര് തമ്മിൽ ഉടക്കി, രണ്ടുപേര് തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പോ ഒരുത്തനോട് പറഞ്ഞു, നിന്റെ 34 പല്ല് ഞാൻ അടിച്ച് നിലത്തിടുമെന്ന് പറഞ്ഞു. അപ്പൊ പത്രം വായിച്ചുകൊണ്ടിരുന്നോ ഇടപെട്ടു. അതിന് 32 പല്ലല്ലേ ഉള്ളൂ. അപ്പോഴാണ് ഇവൻ പറഞ്ഞത്, നീ ഇതിൽ ഇടപെടുമെന്ന് എനിക്കറിയാം, നിന്റെ 2 പല്ല് കൂടെ കൂട്ടിയാ പറഞ്ഞു. മനുഷ്യന് 32 പല്ലേ ഉള്ളൂ. ഈ 32 പല്ലിന്റെ സ്ഥാനം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പല്ലും അണപ്പല്ല് മാത്രം ഉഹുദ് മലയുടെ വലിപ്പം. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നിരീശ്വരവാദികൾക്ക് തിരിയില്ല. ഒരു പല്ലിന്റെ വലിപ്പം ഇത്രയുമാണെങ്കിൽ 32 പല്ലിന്റെ വലിപ്പം എത്ര? തീരുന്നില്ല. ഒരു ഷോൾഡറിൽ നിന്നും അടുത്ത ഷോൾഡറിലേക്കുള്ള ദൂരം അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ഒരു മനുഷ്യന്റെ ഒരു ഷോൾഡറിൽ നിന്നും അടുത്ത ഷോൾഡറിലേക്കുള്ള ദൂരം 3 ദിവസത്തെ വഴി ദൂരമാണ്. 3 ദിവസത്തെ വഴി ദൂരമാണ്. അതിവേഗം പോകുന്നവന്റെ, അതിവേഗം ഓടുന്നവൻ 3 ദിവസം എവിടെ എത്തും? അത്രയും ദൂരമുണ്ട് ഒരു ഷോൾഡർ അടുത്ത ഷോൾഡറിലേക്കുള്ള ദൂരം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയ നരകത്തിന്റെ അവസ്ഥ എന്താണെന്ന്. ഇത്രയും നമ്മൾ അതിനകത്ത് കിടന്ന് അനുഭവിക്കണ്ടേ? ആ നരകത്തിന്റെ മുമ്പിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ട് നിർത്തും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോഴാണ് സ്വർഗത്തിന്റെ അഹിലുകാരെ അടുത്തുകൂടി ഇങ്ങനെ കൊണ്ടുപോകുന്നത് നമ്മൾ കാണും. ഹദീസിൽ കാണാം, നരകാവകാശികളെല്ലാം ഇങ്ങനെ നിർത്തിയിരിക്കാൻ, അതിനെ അടുത്തുകൂടി സ്വർഗാവകാശികളെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ നരകാവകാശികളായ ഒരുത്തൻ സ്വർഗാവകാശിയായ ഒരുത്തന്റെ കയ്യിൽ കയറി അങ്ങ് പിടിക്കും. എന്നിട്ട് ചോദിക്കും, അമ്മ തൈരിഫുനി, നിനക്ക് എന്നെ അറിയോന്ന് ചോദിക്കും. മന്നന്ത, നീ ആരാ? അവൻ പറയും, ഞാൻ നിനക്ക് ഒരു ഗ്ലാസ് ചായ വാങ്ങി തന്ന ഓർക്കുന്നുണ്ടോ? ഞാൻ നിനക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നത് ഓർക്കുന്നുണ്ടോ? ആ സമയത്ത് സ്വർഗാവകാശിയായ മനുഷ്യൻ പറയും, ഓർക്കുന്നുണ്ട്. നരകാവകാശി പറയും, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ അള്ളാഹുവിനോട് പറഞ്ഞിട്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഭൂമിയിൽ ഒരു ചായ വാങ്ങി കൊടുത്തത്, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തതിന് പകരമായി അല്ലാഹു തആല ആ നരകാവകാശിക്ക് സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് ദാനധർമ്മത്തിന്റെ മഹത്വം, അതാണ് സദഖയുടെ മഹത്വം. നരകാവകാശികളെ കൊണ്ടുവന്ന് നരകത്തിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുമ്പോ മനുഷ്യൻ സമയത്തിന്റെ വില തിരിച്ചറിയും. എന്താ ഇവൻ പറയുന്നതെന്നറിയോ? അല്ലാഹുവേ യാ ലൈതനാ നുറദ്ദു, ഞങ്ങളൊന്നും മടങ്ങിപ്പോയിരുന്നെങ്കിൽ, ഞങ്ങളൊന്നും മടങ്ങിപ്പോയിരുന്നെങ്കിൽ, പടച്ചവരെ ഞങ്ങളെ ഒന്നും മടക്കി വിട്ടിരുന്നെങ്കിൽ, ഞങ്ങളൊന്ന് തിരിച്ചു വരുമ്പോൾ വിശ്വാസത്തോടെ അമലുകളുമായിട്ട് വരാമായിരുന്നല്ലോ അല്ലാ. ആ സമയത്ത് പടച്ചോന്റെ മറുപടി വരികയാണ്, ബൽ ബദാലഹും മാ കാനൂ യഖ്ഫൂന മിൻ ഖബലു വലൗ റുദ്ദൂ ലഅദൂ ലിമാ നഹൂ അൻഹു വഇന്നഹും ലകാദിബൂൻ. സൂറത്തുൽ അൻആമിലൂടെ പടച്ചവൻ പരിചയപ്പെടുത്തുകയാ ഈ മനുഷ്യനോട് അല്ലാഹുവിന്റെ മറുപടി, വലൗ റുദ്ദൂ ലഅദൂ ലിമാ നഹൂ അൻഹു വലൗ റുദ്ദൂ ലഅദൂ ലിമാ നഹൂ അൻഹു. യവനെ തിരിച്ചു വിട്ടാലും യവന്റെ അവസ്ഥ പഴയത് തന്നെയാണ്. യവനെ തിരിച്ചു വിട്ടാലും അവസ്ഥ പഴയത് തന്നെയാണ്, ഒരു മാറ്റം ഉണ്ടാവൂല. ഇവൻ പച്ചക്കള്ളമാ പറയുന്നത്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ മറുപടി. നാലാമത് നമ്മൾ തിരിച്ചറിയുന്നത് അവിടെയാ, നരകത്തിന്റെ മുന്നിലെത്തപ്പെടുമ്പോ അള്ളാഹു നരകത്തിന്റെ ഭീകരത തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നരകത്തെ പറ്റി ഓർത്തോർത്ത് കരഞ്ഞ് കരഞ്ഞ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കവിൾ തടത്തിൽ 2 ചാല് പോലെ ആയി എന്നാണ്.
ഖബറിനെ നരകത്തെ പറ്റി ഓർത്തോർത്ത് ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കവിൾത്തടത്തിൽ 2 ചാല് വീണു. കരഞ്ഞിട്ട് എന്താണ് നരകത്തിന്റെ ഭീകരത എന്നവർക്കറിയാം. കാരണം അവർ 2 കാതുകൾ കൂർപ്പിച്ചു വെച്ചത് അഷ്റഫുൽ ഖൽഖിന്റെ റിസാലത്തിന്റെ പൊൻചമ്പകപ്പൂ ചുണ്ടിലാണ്. അവിടെ 2 കണ്ണുകൾ ഉടക്കിയത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടച്ചവനെ കണ്ട, ജിബ്രീലിനെ കണ്ട, സ്വർഗം കണ്ട ആ 2 കണ്ണുകളിലാണ് കണക്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അവർ എല്ലാം തൊട്ടറിഞ്ഞവരാണ്, അനുഭവിച്ചറിഞ്ഞവരാണ്. അവർക്ക് അതുകൊണ്ട് തന്നെ നരകത്തെ പേടിയായിരുന്നു, നരകത്തിന്റെ ഭീകരത നന്നായിട്ട് മനസ്സിലാക്കിയവരാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, മനസ്സിലാക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. സമയം ഒരുപാട് വൈകുന്നു. ഞാൻ ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. കൂട്ടത്തിൽ ഞാൻ ഒന്നുകൂടി ഉണർത്തട്ടെ. സമയത്തിന്റെ മൂല്യം തിരിച്ചറിയുന്ന 5 സ്ഥലങ്ങളാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതിൽ ഒന്ന്, മരിക്കുന്ന സമയത്ത് റൂഹ് പിടിക്കാൻ വേണ്ടി അടുത്തെത്തുന്ന മലക്കിനോട് ഒരു നിമിഷം കൂടി നമ്മൾ ചോദിക്കും. മലക്കിന്റെ മറുപടി എല്ലാവരും ഇങ്ങനെ തന്നാടാ പറയുന്നത്, നിനക്കിനി ഒരു അല്പം പോലും പിന്തിപ്പിക്കൂല എന്ന് പറയും. രണ്ടാമത് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്താണ്. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്ത് നമ്മൾ പറയും, പടച്ചോനെ ഒന്നുകൂടി ഞങ്ങളെ മടക്കി വിട്ടാൽ ഞങ്ങൾ വല്ലതുമൊക്കെ ചെയ്തിട്ട് വരാം. ആ സമയത്ത് പടച്ചോന്റെ മറുപടി എന്താണ്? അള്ളാന്റെ മറുപടി, ഇങ്ങനൊരു ദിവസം ഉണ്ട് എന്ന് നീ ചിന്തിച്ചിരുന്നില്ലല്ലോ, ഇങ്ങനൊരു ദിവസം ഇല്ലാമല്ലേ നീ വാദിച്ചിരുന്നത്, ഇപ്പൊ എന്തേ നിനക്ക് ബോധ്യം വന്നോ എന്ന് ചോദിച്ച് കളിയാക്കുക. മൂന്നാമത് പടച്ചോന്റെ മുമ്പിലെത്തി നിർത്തുന്ന സമയമാണ്. അള്ളാന്റെ മുമ്പിൽ നിർത്തുമ്പോ നമ്മൾ ചോദിക്കും, പടച്ചോനെ തലകുമ്പിട്ടുകൊണ്ട്, റബ്ബേ ഞങ്ങളെ ഒന്നുകൂടി മടക്കി വിടുവോ, ഞങ്ങൾ നന്നായിട്ട് വരാം. ആ സമയത്ത് പടച്ചോന്റെ മറുപടി, നിങ്ങൾ എന്നെ മറന്നിട്ട്, എന്നെ കാണുമെന്നുള്ള കാര്യം മറന്നിട്ട് എന്തെല്ലാം നിങ്ങൾ ചെയ്തു കൂട്ടി, ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യം വന്നോ, അനുഭവിച്ചോടാ നിങ്ങൾ ശാശ്വതമായിട്ട് ശിക്ഷ. നാലാമതായി നരകത്തിന്റെ മുമ്പിലേക്ക് നമ്മളെ കൊണ്ടുവെക്കും. ആ സമയത്ത് നരകത്തിന്റെ ആർത്തിരമ്പൽ നമ്മൾ കാണുമ്പോ നമ്മൾ പറയും, പടച്ചോനെ ഞങ്ങൾക്കൊന്ന് മടങ്ങിപ്പോകാൻ പെർമിഷൻ തരണം, എങ്കിൽ ഞങ്ങൾ നന്നായിട്ട് വരാം. അള്ള പറയും, യൗമാരെ കള്ളന്മാരാ, യൗമാരെ മടക്കി വിട്ടാലും അവസ്ഥ പഴയതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നമ്മളെ ആക്ഷേപിച്ച് നമ്മുടെ ആഗ്രഹത്തിന് അള്ളാഹു തആല തിരശീലയിടുന്നു. ഏറ്റവും ഒടുവിൽ ഒരു വിഭാഗം ആളുകൾ ഫരീഖുൻ ഫിൽ ജന്ന വഫരീഖുൻ ഫിസ്സഈർ. ഒരു വിഭാഗം നരകത്തിലും ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പോകുമല്ലോ. ആ സമയത്ത് നരകത്തിൽ പോകുന്ന ഒരു വിഭാഗമുണ്ട്. ആ നരകത്തിൽ പോകാൻ കള്ള് കുടിക്കണമെന്ന് വേണ്ട പ്രിയപ്പെട്ടവരെ. നരകത്തിൽ പോകാൻ കള്ള് തന്നെ കുടിക്കണമെന്നില്ല, നരകത്തിൽ പോകാൻ സിനിമ തന്നെ കാണണമെന്നില്ല, നരകത്തിൽ പോകാൻ നിസ്കാരം ഉപേക്ഷിക്കണമെന്നില്ല, നരകത്തിൽ പോകാൻ വീട്ടില് ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ, ഈ മോനെ തീർന്നില്ലടാ പായസം, ഈ ലോകത്തെ അല്ല കഴിഞ്ഞ പെട്ടെന്ന് ഇതൊരു ഡിസ്റ്റർബാണ്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. എല്ലാരും നന്നായിട്ട് കേട്ടോണ്ടിരുന്നതാണ്. പിന്നെ എന്നെ നോക്കും, പായസമല്ലേ, പായസമല്ലേ, വെള്ളോ, ശരി, ഏതായാലും നോക്കുന്ന വെള്ളത്തില്. ഇത് പണ്ടാരവചനക്ക് കൊട്ട് മുഴുവനും ചെണ്ടയ്ക്കും തൊട്ടുമാരാർക്കും. പ്രസംഗിക്കുന്ന എല്ലാം ഞാൻ, കുടിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ വെള്ളം കുടിക്കുന്ന രീതിയില്ല. തീർന്നോ? ഇനി ആർക്കെങ്കിലും വേണമെങ്കിലും കൊണ്ട് കൊടുത്തോ, പെട്ടെന്ന് ശ്രദ്ധിച്ചോളി. 5ാമത്തെ സന്ദർഭമാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന 5ാമത്തെ സന്ദർഭം, നരകത്തിൽ പോകുന്നതിന് പലിശ വാങ്ങണമെന്നില്ല. നമ്മൾ കരുതുന്നത് എന്താ? പലിശ വാങ്ങി എല്ലാ ആളുകളെയും പറ്റിച്ച് വെട്ടിച്ച് തട്ടിച്ച് ജീവിക്കുന്ന ചില ആളുകൾ. അവൻ കള്ളുകുടിയനാണ്, അവന്റെ ഭാര്യ തുണി തൊടില്ല, അവന്റെ മക്കളൊക്കെ സിനിമാ കോട്ടയിലാണ്, അയാളാണെങ്കിൽ ഒരു ദിവസം പള്ളിയിൽ വന്നിട്ടില്ല, പെരുന്നാളിന് പോലും പള്ളിയിൽ കയറില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ നോക്കിയിട്ട് എന്താ പറയുന്നത്? അവൻ നരകത്തിലാണ്. എന്നാൽ നരകത്തിൽ പോകാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയട്ടെ. നരകത്തിൽ സിമ്പിൾ ആയിട്ട് കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ താത്ത നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഇന്ന് എനിക്ക് കോഴിക്കോട് നിന്ന് ബന്ധുക്കൾ വന്ന് ഗസ്റ്റ് ഉണ്ട്, എന്റെ വീട്ടിലെ കുക്കറിൽ 3 കിലോ ഇറച്ചി വേവൂല, അതുകൊണ്ട് നിന്റെ വലിയ കുക്കർ ഒന്ന് തരുവോ എന്ന് ഈ പുല്ലൂപ്പിയിലെ ഒരു താത്തയോട് ചോദിച്ചു. ഇവള് പറഞ്ഞു, ഇല്ല, എന്റേത് ഇപ്പം സാധാരണ പണ്ടത്തെ പോലെ വിസിലൊന്നും കേൾക്കുന്നില്ല, കംപ്ലൈന്റ് ആന്ന് പറഞ്ഞു.
ഈ ഒരൊറ്റ കാരണം മതി നരകത്തിൽ പോകാൻ. ഈ ഒരൊറ്റ കാരണം മതി. യൂണിഫോമിന്റെ ബട്ടൺസ് പൊട്ടിപ്പോയി മകന്റെ. 8:30 മണിക്ക് വണ്ടി വരും. ഓടിപ്പിടച്ചൊരു താത്ത വന്നിട്ട് പറഞ്ഞു, ഒരു സൂചി ഒന്ന് തരുമോ, പെട്ടെന്ന് തച്ചു കൊടുക്കാനാ. കലണ്ടറിൽ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുക. ഇവള് പറഞ്ഞു സൂചി ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞു, ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ കാരണം കൊണ്ട് നരകത്തിൽ പോകും. എനിക്കറിയാം, ഇപ്പൊ പൊങ്കാല ഇടുകയായിരിക്കും ഈ ലൈവില്. കുറെ അങ്ങനെ ചാർജ് ചെയ്തോണ്ട് ഇരിപ്പുണ്ടല്ലോ. അവനെ അങ്ങോട്ട് കുരു പൊട്ടിക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മഴ പെയ്തു, ഒരു കൊടയും ചൂടി പോവാൻ. അപ്പോഴാണ് ഒരാള് ചോദിച്ചു, ഒരു ലിഫ്റ്റ് തരുവോ? അപ്പൊ അവൻ പറയാണ്, ഇല്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമ്മള് ബൈക്ക് ഓടിച്ചു പോകുമ്പോ എല്ലാ ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ബൈക്ക് ഓടിച്ചു പോകുമ്പോ ചിലന്മാര് ലിഫ്റ്റ് ചോദിക്കും. അപ്പൊ നമ്മൾ പറയുന്നത് ഇങ്ങനെ കാണിക്കും. അപ്പുറം വരെ ഉള്ളൂ. അവന് അപ്പുറത്താ പോകേണ്ടത്. എല്ലാത്തിനെ കയറ്റാനും പറ്റില്ല. ഹെൽമെറ്റ് ഇല്ലാതെ വലിയ ബാക്കി കയറിയ പൈസ നമ്മൾ അടയ്ക്കണം. അതുകൊണ്ട് എല്ലാത്തിനെ കയറ്റാനും പറ്റില്ല. ഏതൊരു പാവപ്പെട്ടവന്റെ ബാക്കിൽ ഇതുപോലെ കയറിയിട്ട് പതുക്കെ ബാക്കിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പേഴ്സ് ഒന്നും ഇറങ്ങി പോക്കളഞ്ഞു. ഗുരുത്തിനെ വിശ്വസിക്കാൻ പറ്റില്ല, അത് വേറൊരു വിഷയം. പക്ഷെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായം നമ്മൾ ചെയ്യാതിരുന്നാൽ നരകത്തിൽ പോകും. പ്രിയപ്പെട്ടവരെ, ഇതെന്റെ വാക്കല്ല കേട്ടോ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. വൈലം നരകം നമസ്കരിക്കുന്നവനാണ്, നാശം നമസ്കരിക്കുന്നവനാണ്. ആരാണ്? ഏത് നിസ്കാരക്കാരനാണ്? അല്ലദീന ഹും മിൻ സലാത്തിഹിം സാഹൂൻ, അശ്രദ്ധനായി നമസ്കരിക്കുന്നവൻ. അല്ലദീന ഹും യുറാഊൻ, ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവനാണ്. കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പ അയാള് പള്ളിക്കകത്തുണ്ടെന്നറിഞ്ഞപ്പോ ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്നറിയട്ടെ എന്ന് കരുതിയിട്ട് പള്ളിയിൽ കയറി ഒന്ന് നിസ്കരിച്ചോ. അതൊറ്റ കാരണം കൊണ്ട് നിനക്ക് അല്ലാഹു തരുന്നത് വൈലാണ്, നരകമാണ്. അവസാനം അല്ലാഹു പറയുന്നു, വയംനഊനൽ മാഊൻ, തടയുന്ന ആളുകൾ. എന്തായി മാഊൻ എന്നറിയോ? അതിന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് സൂചി, സ്പൂണ്, സൂചി, കയറ്, തൊട്ടി, ഇതെല്ലാം തടയുന്ന ആളുകൾ. പരോപകാര സാധനങ്ങൾ. വീട്ടിലേക്ക് വന്നു, ഒരു കിണറിൽ വെള്ളം കിട്ടുന്നില്ല, അതുകൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തോട്ടെ എന്ന് ചോദിച്ചു. നമ്മൾ പെട്ടെന്ന് ടാപ്പ് ക്ലോസ് ചെയ്തിട്ട് പറഞ്ഞു വെള്ളമില്ല. വെള്ളം മുടക്കിയാണ്, ചെറിയ കാര്യമല്ല. ഏതോ ഒരു നാട്ടിലെ അഭിസാരികയായ പെണ്ണ് മദീനയിലൂടെ നടന്നു വരുമ്പോ ആ പെണ്ണ് ശരീരം വിട്ട് ജീവിക്കുന്നവളാണ്. ആ പെണ്ണ് നല്ല നടപ്പുള്ള പെണ്ണല്ല. ആ പെണ്ണ് നടന്നു വരുമ്പോഴല്ലേ ഐനുൻ നജസായ തൊട്ടാൽ 7 വെള്ളം കൊണ്ട് കഴുകേണ്ട, അതിലൊരു വട്ടം മണ്ണ് കലപ്പിയ വെള്ളം കൊണ്ട് കഴുകേണ്ട മായ വീട്ടിന്റെ മുമ്പിൽ നിന്നാൽ വീട്ടിലെ റഹ്മത്തിന്റെ മലക്കെടുക്കാത്ത നായ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബറക്കത്തില്ലാത്ത ജീവിയാണ് നായ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, മദീനയിലൂടെ അഭിസാരികയായ വേശ്യാവൃത്തി നടത്തിയ പെണ്ണ്, ആ പെണ്ണ് തന്റെ ശരീരം വിട്ട് ജീവിക്കുന്ന പെണ്ണാണ്. ആ പെണ്ണ് നടന്നു വരുമ്പോ ഒരു നായ നാവ് നീട്ടിയിട്ട് ഓടുകയാണ്, വെള്ളം കിട്ടാതെ. ആ പെണ്ണ് പെട്ടെന്ന് തന്റെ ഷോള് വലിച്ചു കീറി അതൊരു കയറാക്കിയിട്ട് തന്റെ കാലിൽ കിടന്ന ഖുഫ വലിച്ചൂരിയിട്ട് അതൊരു തൊട്ടി ബക്കറ്റാക്കിയിട്ട് കിണറിലേക്ക് ഇറക്കിയിട്ട് വെള്ളം കോരിയിട്ട് ഐനുൻ നജസായ മായയുടെ നാവിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോ അതുവരെ ആ പെണ്ണ് ചെയ്ത എല്ലാ വ്യഭിചാരത്തിന്റെ ഭീകരതയ്ക്കും അല്ലാഹു പുറത്തു കൊടുത്തിട്ട് ആ പെണ്ണ് സ്വർഗത്തിന്റെ സുന്ദരമായ പർദീസയിൽ കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ അല്ലാഹുവിന്റെ സൽസബീലിന്റെ തസ്നീമിന്റെ കള്ളാറിന്റെ പാലാറിന്റെ തേനാറിന്റെ ആ സ്വർഗത്തിലേക്ക് അല്ലാഹു ആ പെണ്ണിനെ പറഞ്ഞു വിട്ടു.
വിട്ടു എന്ന് ഇന്നേ വരെ തമാശയ്ക്ക് പോലും അസത്യത്തിന്റെ ലാഞ്ചനാധരങ്ങളിൽ നിന്ന് തമാശയ്ക്ക് പോലെ കടന്നു വരാത്ത ആമിനയുടെ പൊന്നുമോനെ, അബ്ദുള്ളയുടെ തങ്കക്കുടമേ, നമ്മുടെ രോമാഞ്ചമേ, നമ്മുടെ വികാരമേ, കണ്ണിലെ കൃഷ്ണമണിയെ, ഹൃദയത്തിന്റെ തുടിപ്പേ, കരളിന്റെ കഷണമേ, നമ്മുടെ സർവസ്വമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുക മാത്രമല്ല, ജീവിതത്തിൽ ഒരുപാട് സുഹൃതം ചെയ്ത പെണ്ണ്, ജീവിതത്തിൽ ഒരുപാട് അമലുകൾ ചെയ്ത പെണ്ണ്, ആ പെണ്ണിന്റെ വീട്ടിലെ പൂച്ചയെ കെട്ടിയിട്ട് വെള്ളം കൊടുക്കാതിരുന്നപ്പോ ആ ഒരു പൂച്ച കാരണം ആ പെണ്ണ് ദഖല പിന്നാർ നരകത്തിലേക്ക് പോയി എന്ന് ശഫീഉൽ വറാ നബിയു സഖലൈൻ ഇമാമുൽ മുത്തഖീൻ നബി മുഹമ്മദ് മുസ്തഫ. പൂച്ച കാരണം നരകത്തിലും നായ കാരണം സ്വർഗത്തിലും. സ്വർഗത്തിൽ പോയ പെണ്ണ് ശരിയായ പെണ്ണല്ല, നരകത്തിൽ പോയ പെണ്ണ് ഏറ്റവും നല്ല പെണ്ണ്. എവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഒന്ന് പൂച്ചയ്ക്ക് വെള്ളം കൊടുത്തില്ല, മറ്റത് പട്ടിക്ക് വെള്ളം കൊടുത്തു. നരകത്തിൽ പോകാൻ ശിർക്ക് ചെയ്യണോ, ശിർക്ക് തന്നെ ചെയ്യണമെന്നില്ല. ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ ഒരു സാധനം അങ്ങോട്ട് കൊടുത്താൽ, ആ സാധനം ചോദിച്ചാൽ കൊടുക്കാത്ത മനുഷ്യര് എന്തെങ്കിലും ഒരു സഹായം ചോദിച്ച ഓഫീസിൽ നിൽക്കാൻ ആ സമയത്ത് വന്നിട്ട് ചോദിച്ചു, ഒന്ന് സൈൻ ചെയ്യാൻ ഒരു പേന തരുമോ എന്ന് ചോദിച്ചു. നിന്റെ പേന പോക്കറ്റിൽ നിന്ന് നീ എടുക്കാറില്ല, അല്ലെങ്കിൽ നിന്റെ ബാഗിൽ നിന്ന് പേന എടുക്കാറില്ല, എന്നിട്ട് നീ അത് കൊടുക്കാതിരുന്നാൽ ആ ഒരു പെണ്ണ് നിഷേധിച്ചതിന്റെ പേരിൽ നിനക്ക് നാശമുണ്ട്, നീ നരകത്തിലാണ് എന്ന് ആരംഭപ്പൂവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിയിട്ട് സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടാണ് ഇപ്പോഴും ആരെന്ത് ചോദിച്ചാലും മിണ്ടാത്തത്. ഉഹദിൽ ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണാങ്കണത്തിൽ രക്തസാക്ഷികളായ പ്രിയപ്പെട്ട സഹാബത്തിനെ കാണാൻ വേണ്ടി ഇങ്ങനെ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ. ഉഹദ് യുദ്ധത്തിൽ ഇങ്ങനെ ഓരോ രക്തസാക്ഷി നോക്കി വരുമ്പോ അറിയോ, ഉഹദ് രണാങ്കണത്തിൽ ഒരു പ്രിയപ്പെട്ട സഹാബി കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് മുത്തുനബിയുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീർത്തുള്ളികൾ ചാലിട്ടൊഴുകി. ആ സഹാബിയുടെ പ്രത്യേകത എന്താ? അല്ലാഹുവേ, ആ സഹാബിയുടെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ പട്ടിണി കിടന്നിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ വന്നപ്പോ ഒരു കല്ലെടുത്ത് വയറ്റിലേക്ക് ചേർത്ത് വെച്ച് കെട്ടി മുറുക്കി കെട്ടിക്കിട്ടി യുദ്ധത്തിന് വന്നു. നമ്മളാണെങ്കിലോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മതി, നിസ്കാരം തന്നെ ഒഴിവാക്കും. ഇവിടെയൊക്കെ നിക്കാഹ് എത്ര മണിക്കാ കല്യാണം? എത്ര മണിക്കാ സാധാരണ? ഓഡിറ്റോറിയത്തിലല്ലേ? പിന്നെ പള്ളിയില്. പുതിയ എണ്ണ എവിടെ ഇരിക്കും? വീട്ടില്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞോളാം. ഞങ്ങളവിടെ 10 മണിക്ക് കഴിഞ്ഞ പുട്ടിയെ കിട്ടുന്ന നേരെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടിരുത്തും. പുട്ടി മനസ്സിലായോ? മേക്കപ്പ് ഒക്കെ ചെയ്ത് നേരെ 9-9:30 മണിയാകുമ്പോൾ ഓഡിറ്റോറിയത്തിൽ കൊണ്ടിരുത്തും. 11:30-12 മണിക്കാണ് പുതിയാപ്പള വരുന്നത്. പുതിയാപ്പള പെണ്ണിന്റെ വാപ്പാരെ ഒന്ന് തെണ്ടി വാങ്ങിയ പൈസക്ക് കുറെ വണ്ടിയും വിളിച്ച് ആളുകളെയും കയറ്റി. പെണ്ണിന്റെ വാപ്പ കഷ്ടപ്പെട്ട് കടം വാങ്ങിയും പള്ളിയുടെ മുറ്റത്ത് നിന്ന് തെണ്ടി വാങ്ങിയ പൈസക്ക് ഉണ്ടാക്കിയ ബിരിയാണി അടിക്കാൻ വേണ്ടിയിട്ട് വരും കുറെ കൂട്ടുകാരുമായിട്ട്. അങ്ങനെ വന്ന് 12:30 മണിക്ക് നിക്കാഹ് പള്ളിയിൽ വെച്ച്. ചിലപ്പോ അങ്ങനെ നടന്നു പോയാൽ, സംഭവിച്ചു പോയാൽ അങ്ങനെ, ഇല്ലെങ്കിൽ നേരെ ഓഡിറ്റോറിയത്തിൽ. ഈ നിക്കാഹൊക്കെ കഴിഞ്ഞ് റെഡിയായി റാഹത്തായി. ഇത് പിന്നെ അവരുടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പള്ളിയിലെ ഉസ്താദ് വന്ന് ഇതൊക്കെ നടത്തിയിട്ട് പോയാലും പിന്നെ അവരുടെ ഈ ചട്ടിയിൽ ആഹാരം കൊടുക്കുക, അറബാനയിൽ കൊണ്ടുവരിക, ചോറിൽ വെള്ളം കോരി ഒഴിക്കുക, വെള്ളത്തിൽ ചോറെടുത്തിടുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇതൊക്കെ സമുദായത്തിന്റെ ആളുകളെ കൂടുതൽ ചെയ്യുന്നത്. ഹൈന്ദവ സഹോദരങ്ങളുടെ കല്യാണം കണ്ടുപഠിക്കും. ഹൈന്ദവ സഹോദരങ്ങളുടെ കല്യാണം പോയി കണ്ടുപഠിക്കും. മുസ്ലിം സഹോദരങ്ങൾ ക്രൈസ്തവരുടെ കല്യാണം പോയി കണ്ടുപഠിക്കും. അവരമ്പലത്തിൽ വെച്ചും പള്ളിയിൽ വെച്ചുമാണ് അവരുടെ കല്യാണം, മര്യാദയുടെ കല്യാണം. അവർ പിന്നെ ഇച്ചിരി അടിക്കുമായിരിക്കാം. അത് പിന്നെ നമ്മൾ പള്ളിയിലെ ഇമാമും പ്രസിഡന്റും ഒഴിച്ച് ബാക്കിയെല്ലാവരും അടിക്കുന്നവരാ. സെക്രട്ടറി ഒഴിച്ച് കേട്ടാ, വിഷമിക്കണ്ട. ബാക്കിയെല്ലാവരും അടിക്കുന്നവരാ. അത് കല്യാണത്തിൽ തലേന്നാണെന്നേ ഉള്ളൂ. അവരുടെ കല്യാണത്തിന് എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടോ? ഒന്നുമില്ല. നമ്മുടെ ഈ കല്യാണങ്ങൾ ഇതെല്ലാം നടന്ന് കാര്യങ്ങളൊക്കെ റാഹത്തായി എല്ലാം കഴിഞ്ഞ് 2-2:30 മണിയാവും. ഞങ്ങളൊക്കെ നാട്ടിൽ 2:30 മണിയായി കഴിഞ്ഞാൽ ചെക്കന്റെ വീട്ടിലേക്ക് ഒരു പോക്കുണ്ട് പെണ്ണ്. ആ സമയത്ത് അതുവരെ ചിരിച്ചോണ്ടിരുന്ന പെണ്ണ് പെട്ടെന്നൊരു അഭിനയം, മമ്മൂട്ടി പോലും തോറ്റുപോകും.
പെട്ടെന്നൊരു ചേഞ്ച്, ഒരു കരച്ചിൽ. ഇത് പെട്ടെന്ന് വരുന്നെന്ന് ചോദിച്ചറിയില്ല. ഒരു കരച്ചിൽ. അത് കഴിഞ്ഞ് കാറിനകത്ത് കയറി ഒരൊറ്റ പോക്ക പുതിയാപ്പയുടെ വീട്ടിലേക്ക്. ലൊഹർ നിസ്കരിച്ചിട്ടില്ല. പുതിയ പെണ്ണ് ലൊഹർ നിസ്കരിച്ചിട്ടില്ല. ഞാൻ പല വേദികളിലും വെല്ലുവിളിച്ചു ചോദിച്ചു, കല്യാണത്തിന്റെ അന്ന് ലൊഹർ നിസ്കരിച്ച പുതിയ പെണ്ണുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടാവൂല. ഇതുപോലെ പല നിസ്കാരം നിസ്കരിച്ച് സുന്നത്ത് നോമ്പ് പിടിച്ചുമാണ് മാപ്പിള കിട്ടിയത്, ചെക്കനെ കിട്ടിയത് അങ്ങനെയാണ്. പക്ഷെ കല്യാണത്തിന്റെ അന്ന് ലൊഹർ നിസ്കാരം ഇല്ല. ഇനി അവിടെ എത്തുമ്പോഴേ 5 മണിയാവും പുതിയാപ്പയുടെ വീട്ടിൽ. അവിടെ ചെല്ലുമ്പോ ഈ കല്യാണത്തിന് വരാത്ത കുറെ പ്രായം ചെന്ന ആളുകളൊക്കെ ഉണ്ട്, സെഞ്ചുറി അടിക്കാറായ ആളുകൾ. അവര് വരും പെണ്ണിനെ കാണാനും ഡ്രസ്സ് കാണാനും സ്വർണം കാണാനും ഫസാദ് പറയാൻ. എന്തിനാണ്? മിക്കവാറും അത് മുക്ക് കൊണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഇത് എന്താണ് ഒറിജിനൽ സ്വർണ്ണമൊന്നും ആയിരിക്കൂല എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ കുറെ എണ്ണം വരും. അങ്ങനെയൊക്കെ വന്ന് മഗ്‌രിബ് വരെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കും. അസർ പോയി, ആദ്യ രാത്രി പെണ്ണിന്റെ വീട്ടിലാണ്. നേരെ ചെക്കനും പെണ്ണും കൂടി പിന്നൊരു വരവുണ്ട്. അപ്പോഴേക്ക് ചെക്കന്റെ വീട്ടിൽ നിന്ന് വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും. അങ്ങനെ നേരെ അവരെല്ലാം കൂടി നേരെ വീട്ടിലേക്ക് വന്നു. മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞ് വരുമ്പോ ഒരു 8-8:30 മണിയാവും, ഇശാവും. മഗ്‌രിബും പോയി. പിന്നെ ക്ഷീണമല്ലേ, ഇശാ നിസ്കാരവും ഇല്ല. കല്യാണത്തിന്റെ അന്ന് ഈ നിസ്കാരങ്ങളെല്ലാം ഒഴിവാക്കി. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പിന്നെ നിസ്കാരമില്ല. മഴയില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു കേരളത്തിൽ, മഴയില്ല. അന്ന് മലപ്പുറത്തെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പോലും നമസ്കാരത്തിന് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുത്തു കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും മഴയെ തേടി നിസ്കരിച്ചു. അപ്പോഴാണ് പള്ളിയിൽ ഭയങ്കര ആള്, ദുആയോട് ദുആ. എന്താ കാര്യം? മഴയില്ലല്ലോ, ഇനിയെങ്കിലും നന്നാകണമല്ലോ. മഴ അങ്ങോട്ട് പെരുമഴ പെയ്യാൻ തുടങ്ങി. പിറ്റന്ന് പോലും പള്ളി ശൂന്യം. എന്താണ്? മഴയല്ലേ, പിന്നെങ്ങനെ വരും? അതുവരെയും മഴയില്ലാത്തോണ്ട് പള്ളിയിൽ, മഴ പെയ്തപ്പോഴും മഴയല്ലേ, പിന്നെങ്ങനെ പള്ളിയിൽ വരും? അതായി ചോദ്യം. നന്ദി കെട്ടൊരു സമൂഹമുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ മനുഷ്യ സമൂഹം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു കാരണം മതി നിസ്കാരം ഒഴിവാക്കാൻ. എന്നാൽ രണാങ്കണത്തിൽ വയറ്റത്തെ കല്ല് വെച്ച് വെട്ടി വന്നത് എന്തിനാന്നറിയോ? അത് പരിശുദ്ധമായ ദീനിന്റെ വിജയത്തിന്റെ കൊടി പാറിപ്പിക്കാനാണ്. ആ സഹാബി രക്തസാക്ഷിയായി കിടക്കുന്നത് കണ്ടിട്ട് അള്ളാന്റെ ഹബീബിന്റെ കണ്ണുകൾ നിറഞ്ഞു പോവുകയാ. എന്താ കാര്യമെന്നറിയോ? ആ സഹാബിയുടെ വയറ്റിലെ കല്ല് കണ്ടു. ആ സഹാബിയുടെ അടുത്തേക്ക് ഇങ്ങനെ നിൽക്കുമ്പോ അതാ സഹാബിയുടെ പ്രിയപ്പെട്ട ഉമ്മ ഓടി വരികയാ. രണാങ്കണത്തിലേക്ക് ആ ഉമ്മ ഓടി വന്നു. എന്നിട്ട് പാനായ നബി തങ്ങളുടെ മുന്നിൽ വെച്ച് ആ ഉമ്മ നിലത്തങ്ങിരുന്നിട്ട് പൊന്നുമോന്റെ തലയെടുത്ത് മടിയിൽ വെക്കുകയാ. എന്നിട്ട് മുഖത്ത് പറ്റിയ മണലുകൾ ഇങ്ങനെ കൈകൊണ്ട് തുടച്ചു കൊടുത്തിട്ട് ആ ഉമ്മ പറഞ്ഞ വാക്ക്, ഹനിയല്ലക്കയാ ബുനയ്യൽ ജന്ന. പൊന്നുമോനെ, നിനക്ക് സ്വർഗമുണ്ട്, നീ സന്തോഷിക്കടാ. നീ പട്ടിണി കിടന്നവനാടാ. ഈ ഉമ്മാക്ക് നീ തന്ന ഏറ്റവും വലിയ സമ്മാനം രക്തസാക്ഷിയുടെ ഉമ്മ എന്ന സമ്മാനമാണ് മോനെ. അതുകൊണ്ട് നീ സന്തോഷിക്കടാ, നിനക്ക് സ്വർഗമുണ്ട്. സ്വഹാബിയാണ്, സ്വഹാബിയാണ്, രക്തസാക്ഷിയാണ്, ഉഹദാണ്. നബി തങ്ങളാണ് പറയുന്നത്, ഉമ്മയാണ് വാരിപ്പുണർന്നത്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ആ ഉമ്മ പൊന്നുമോനെ നിനക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂലും മകൻ ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ, ഈ മോൻ സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? സുബ്ഹാനല്ലാഹ്, സഹാബിയാണ്, ഷഹീദാണ്, ഉമ്മ ഇഷ്ടപ്പെട്ട മോനാണ്, റസൂലുള്ളാഹിന്റെ എപ്പോഴും പ്രിയപ്പെട്ട വാത്സല്യ സഹാബിയാണ്. എല്ലാം ഉണ്ടായിട്ട് ഈ നിബിധങ്ങൾ ചോദിക്കാണ്, ഈ മോൻ സ്വർഗത്തിൽ പോകും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എന്താ റസൂലേ, എന്റെ മോൻ സ്വർഗത്തിലല്ലേ? അല്ല ഞാൻ പറഞ്ഞത്, ഈ പൊന്നുമോൻ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന്, ആവശ്യമില്ലാതെ സംസാരിച്ചില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഈ മോൻ ആവശ്യമില്ലാതെ സംസാരിച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ടോ? 2, ആ അമ്മയോട് ചോദിക്കാൻ, തനിക്ക് ആവശ്യമില്ലാത്തത് മറ്റുള്ളവർക്ക് തടഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ?
നമുക്കിപ്പോ എന്തെങ്കിലും ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല, നമ്മൾ കൊടുത്തില്ല. എന്നാൽ ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ നാളെ നമുക്ക് സ്വർഗം തടയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ സഹാബി അങ്ങനത്തെ ആളെന്നല്ല, ആ സഹാബിയെ വെച്ചുകൊണ്ട് ഈ രണ്ട് കാര്യം ചെയ്യുന്നവർക്ക് സ്വർഗം തടയപ്പെടുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ചെറിയ ഒരു വീഴ്ച മതി നരകത്തിൽ പോകാൻ. അതുകൊണ്ട് നമ്മൾ നരകത്തിലൊന്നും പോകൂല, നമ്മളൊക്കെ ക്ലിയർ ആണെന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് തെറ്റി. നരകത്തിൽ പോകുന്ന പ്രവർത്തനം, മരണം വരെയും സ്വർഗത്തിന്റെ പ്രവൃത്തി ചെയ്തിട്ട് അവസാനം ഒരു സെക്കൻഡ് നരകത്തിന്റെ പ്രവൃത്തി ചെയ്താൽ അവൻ നരകത്തിലാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏതോ ആകട്ടെ, നരകത്തിലേക്ക് പോയാൽ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ ഖുർആൻ പറയുന്നു അഞ്ചാമതായി സമയത്തിന്റെ വിലയറിയുന്നത് എവിടെയാണ്? വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ ഖുരിജ്നാ നഅമല സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അല്ലാഹുവേ, പടച്ചവനെ, നരകത്തിൽ കിടന്ന് വെപ്രാളപ്പെടുകയാ, നിലവിളിക്കുകയാണ്, അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. പടച്ചവനെ, ഞങ്ങൾ ചെയ്യാത്ത നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ട് വരാമല്ലാ, അതുകൊണ്ട് ഇവിടുന്ന് ഞങ്ങളെ പുറത്തു വിടണേ അല്ലാ. ആ സമയത്ത് അല്ലാഹുവിന്റെ മറുപടി എന്തെന്നറിയോ? 4 സ്ഥലത്തും അല്ലാഹു മറുപടി കൊടുത്തു, 5ാം സ്ഥലത്തും അല്ലാഹു മറുപടി കൊടുക്കുകയാണ്. അവലം നഅമ്മിറകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. എടോ, അവലം നഅമ്മിറകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ. ഗുണപാഠം ഉൾക്കൊള്ളുന്നവന് ഗുണപാഠം ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു പ്രായം നിനക്ക് ഞാൻ ആയുസ്സായി തന്നില്ലേ? വജാഅകുമുൻ നദീർ. എത്ര പ്രസംഗം നീ കേട്ടടാ, എത്ര പ്രഭാഷണം നീ കേട്ടടാ, എത്ര മുന്നറിയിപ്പ് നിന്റെ അടുക്കൽ വന്നു, എന്നിട്ട് നീ നന്നായില്ല. ആയുസ് നിനക്ക് നീട്ടിത്തന്നു. ഈ ഹദീസ്, ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്ന 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉളുറും ബോധിപ്പിക്കാൻ പറ്റൂല. 60 വയസ്സ് കഴിഞ്ഞാൽ ഒരു ഉളുറും പിന്നെ ബോധിപ്പിക്കാൻ പറ്റൂല. അതിന് മുമ്പാണെങ്കിൽ ഒരു രക്ഷയില്ല, എന്തെങ്കിലും പറഞ്ഞു നിൽക്കാം. 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് പടച്ചവനടുത്ത് പിന്നെ ഒരു ഉളുറും ഒരു കാരണവും ബോധിപ്പിക്കാൻ കഴിയില്ല. അല്ലാഹു വിടില്ല. ഒരു നിമിഷം പോലും പടച്ചവൻ ആ കാലൊന്ന് മാറ്റിച്ചവിട്ടാൻ അനുവദിക്കില്ല. അല്ലാഹു ചോദിക്കും, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ. ഉൾക്കൊള്ളാൻ സമയം, ഉൾക്കൊള്ളാനുള്ള ഒരു ആയുസ് നിനക്ക് തന്നു. വജാഅകുമുൻ നദീർ. അതിനിടയിൽ എത്ര പ്രസംഗം നീ കേട്ടു, എന്നിട്ട് നന്നായില്ലല്ലോ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫദൂഖു ഫമാ ലിൽസാലിമീന മിൻ നസീർ. അനുഭവിച്ചോടാ, അനുഭവിച്ചോ. അല്ലാഹുവിന്റെ താക്കീതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 സ്ഥലങ്ങളിൽ നമ്മൾ സമയത്തിന്റെ മൂല്യമറിയും. 2024 വിട പറയാൻ നിൽക്കുന്ന ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത്, ആ സമയങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് സമയത്തിന്റെ മൂല്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണം. വെറുതെ കാലത്തെ കുറ്റം പറയരുത്. നഈബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലിസമാനിനാ ഐബുൻ സിവാനാ. ഇമാം ഷാഫി തങ്ങളുടെ കവിതയാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? നഈബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലിസമാനിനാ ഐബുൻ സിവാനാ. നമ്മൾ കാലത്തെ മോശം പറയാൻ 2024 ഒട്ടും കൊള്ളില്ല. നമ്മൾ പറയാൻ വൽ ഐബു ഫീനാ, ന്യൂനത നമ്മളിലാണുള്ളത്. വമാ ലിസമാനിനാ ഐബുൻ സിവാനാ. ഈ 2024 ആകെ ഐബെന്ന് പറഞ്ഞാൽ നമ്മളല്ലാതെ വേറൊന്നുമല്ല. അതുകൊണ്ട് കാലത്തെ തെറി വിളിക്കണ്ട, നമുക്കാണ് കുഴപ്പം. ആ കുഴപ്പം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് സൽക്കർമ്മങ്ങളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമയത്തിന്റെ മൂല്യം ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. ഇറാഖിന്റെ ഭരണാധികാരി മൻസൂർ രാജാവിന്റെ മുന്നിൽ കൊട്ടാരത്തിൽ ഒരിക്കൽ ഒരാൾ വന്നു. ഒരു സാഹസിക പ്രകടനങ്ങളൊക്കെ നടത്തുന്ന ഒരു നല്ലൊരു മജീഷ്യൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരാൾ വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, രാജാവേ, ഞാൻ ചില കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറഞ്ഞു. കാണിക്കാൻ പറഞ്ഞപ്പോ കാണിച്ചത് 20 ഗ്ലാസുകൾ തന്റെ സഞ്ചിയിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് പൊക്കി, അടുത്തത് ഉയർത്തി, ഒന്ന് വീണ്ടും മൂന്നാമത്തത് ഉയർത്തി, അങ്ങനെ 20 ഗ്ലാസുകൾ ഉയർത്തിയിട്ടിട്ട് ഒന്നിനോട് തട്ടാതെ മുട്ടാതെ അത് 20 എണ്ണവും കയ്യിൽ ഇങ്ങനെ അമ്മാനമാടി. ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയായിരിക്കും കഴിയുക?
ഒന്ന് നിലത്ത് വീണില്ല, ഒന്നൊന്നിനേക്ക് തട്ടിയില്ല, മുട്ടിയില്ല. ആ 20 ഗ്ലാസും ഇങ്ങനെ കയ്യിലിട്ട് അമ്മാനമാടിയ ആ സാഹസിക പ്രകടനം കാഴ്ചവെച്ച ആളിനോട് രാജാവ് മൻസൂർ ചോദിച്ചു, ഇനി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്. സഞ്ചിയിൽ നിന്നൊരു സൂചി എടുത്തിട്ട് കൊട്ടാരത്തിൽ നടുത്തളത്തിലിട്ടു. രണ്ടാമത്തെ സൂചി എടുത്ത് ഒന്നാമത്തെ സൂചിയുടെ ദ്വാരത്തിൽ രണ്ടാമത്തെ സൂചിയുടെ അഗ്രം പ്രവേശിപ്പിച്ചു. നിന്നുകൊണ്ട്, കൊണ്ടുവച്ചതല്ല, നിന്നുകൊണ്ട് എറിഞ്ഞു പിടിപ്പിച്ചു. മൂന്നാമത്തെ സൂചി എടുത്തിട്ട് രണ്ടാമത്തെ സൂചിയുടെ ദ്വാരത്തിൽ പ്രവേശിപ്പിച്ചു, എറിഞ്ഞ്. അങ്ങനെ 100 സൂചികൾ എടുത്ത് ഒന്നിന്റെ പിറകെ ഒന്നൊന്നായി കൊരുത്തു, നിന്നുകൊണ്ട്. ഇത്രയും കണ്ടപ്പോ ജനങ്ങൾ കൈകൊട്ടി. രാജാവിന്റെ കൽപ്പന 1000 ദിർഹം കൊടുക്കൂ എന്ന് പറഞ്ഞു. 1000 ദിർഹം. എന്നിട്ട് പറഞ്ഞു 100 അടിയും കൂടെ കൊടുക്കാൻ. 1000 ദിർഹമും 100 അടിയും കൊടുക്കാൻ പറഞ്ഞു. പട്ടാളക്കാർ ചോദിച്ചു, 1000 ദിർഹം മനസ്സിലായി, കാരണം ഇത് ആർക്കും കാണിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ 100 അടിയുടെ രഹസ്യം എന്താന്ന് ചോദിച്ചവൻ പറഞ്ഞു, ലി അന്നഹു അല്ലാഹ വഖത്തൽ മുസ്ലിമീൻ, ഇത്രയും വിശ്വാസികളുടെ സമയം വെറുതെ കളഞ്ഞതിന് 100 അടിയും കൂടെ കൊടുക്കാൻ. ഒരു ഉപയോഗമില്ലാത്ത പണിയല്ലേ കാണിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ സമയം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. സമയം അമൂല്യമാണ്, സമയം വിലമതിക്കാത്തതാണ്, സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് മടങ്ങാൻ, അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഓരോ വർഷവും നമുക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 50 വയസ്സ് കഴിഞ്ഞ് 51ാമത്തെ വയസ്സെത്തുന്ന ഒരാള് എന്താ പറയുന്നത്? ഒരു വയസ്സ് കൂടി, ഒരു വയസ്സ് കൂടി. ഇവര് വേറല്ല, അവരവരെ വഴിക്ക് വിട്. ചിലപ്പോ രാജ്യത്ത് പ്രധാനമന്ത്രിയൊക്കെ ആകേണ്ട ആളുകളാണ്. അങ്ങനെയല്ലേ? ചിലപ്പോ അറിയാൻ പറ്റുമോ? ചിലപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെ ആയിരിക്കും, കണ്ണൂർ ജില്ലയല്ലേ. അപ്പോ കേരളത്തിന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒക്കെ ആയിരിക്കും, അറിയാൻ പറ്റില്ല. തുമ്പയിലൂടെ സൈക്കിൾ ചവിട്ടി നടന്ന ആളാണ് APJ അബ്ദുൽ കലാം, അബുൽ ബക്കീർ ജൈനുലാബുദ്ദീൻ അബ്ദുൽ കലാം എന്ന തമിഴ്നാട്ടിൽ രാമേശ്വരത്തുകാരനായ. തിരുവനന്തപുരം തുമ്പയിലൂടെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി നടന്ന ആളാണ്. രാഷ്ട്രപതിയായി, രാജ്യത്തിന്റെ പ്രഥമ പൗരനായി മാറി. നിങ്ങൾ പറ, എന്താണ്? ഒരു 50 വയസ്സ് കഴിഞ്ഞ് 51ാമത്തെ വയസ്സെത്തിയപ്പോ നമ്മൾ എന്താ പറയാ? ഒരു വയസ്സ് കൂടി കൂടി അല്ലേ? അതെങ്ങനെ കൂടും? കുറഞ്ഞില്ലേ? 60 വയസ്സേ നിനക്ക് അല്ലാഹു ആയുസ് തന്നിട്ടുള്ളെങ്കിൽ കൂടിയോ കുറഞ്ഞോ? നമ്മൾ ഇപ്പോഴും പറയുന്നത് എന്താ? കൂടിയെന്നാണ്. കൂടിയില്ല, കുറഞ്ഞു. 52ാമത്തെ ബർത്ത്ഡേ എന്താ പറയാ? ഒരു വയസ്സുകൂടെ കൂടി. ഇല്ല, ഒരു വയസ്സുകൂടെ കുറഞ്ഞു. ഇനി 8 കൊല്ലേ ഉള്ളൂ. 53-ലെത്തി, ഒരു വയസ്സുകൂടെ കുറഞ്ഞു. അപ്പൊ കുറഞ്ഞു വരികയാണ്. നമ്മൾ പറഞ്ഞ കൂടി പോകണമെന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ സെക്കൻഡുകളും നമ്മൾ കാലെടുത്ത് വെക്കുന്നത് ഖബറിലേക്കാണ്. ആ ഒരു ബോധത്തോടെ നമുക്ക് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.